ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡോൾഫിനുകളെ കുറിച്ചാണ്. പണ്ട് കാലത്ത് ഈ ഡോൾഫിനുകളും തിമിംഗലങ്ങളും കരജീവികളായിരുന്നു. പരിണാമത്തിൻ്റെ ഫലമായി ഹിപ്പോപ്പൊട്ടാമസ് ദീർഘുതരായിട്ടും ഡോൾഫിൻ കടൽപ്പന്നി എന്ന പേരിലും ആയിത്തീർന്നു. ഡോൾഫിൻ ഉയർന്ന ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. പാർക്കുകളിലും മറ്റും ട്രെയിനർമാരുടെ നിർദ്ദേശമനുസരിച്ച് പലതരം കളികൾ കളിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ ഡോൾഫിനുകൾ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. നാവികർ ഡോൾഫിനെ പറ്റി പറയാറുണ്ട്. ഡെൽഫിഷ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഡോൾഫിൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ശുദ്ധജലത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡോൾഫിനുകൾ പ്രസവിക്കുന്ന ഒരു ജീവിയാണ്. ഇന്നീടെ കുടുംബത്തിൽപ്പെട്ട ഡോൾഫിനുകൾ ഏതാണ്ട് 40ഓളം ഇനത്തിലുണ്ട്. ഡോൾഫിനുകളെ കണ്ടാൽ അവ സ്ഥിരം മന്ദഹാസം ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ് അവയുടെ മുഖം. പക്ഷേ അവ ചിരിക്കുന്നതല്ല. അവയുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മറ്റും ചേർന്ന് വളരെ പ്രത്യേക രൂപത്തിൽ ഒരു നീണ്ട മുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് കുപ്പിമൂക്കൻ എന്ന പേരും ഡോൾഫിനുള്ളത്. ഇന്ത്യയിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ വലിയ നദികളിലും അവയുടെ പോഷക നദികളിലും മറ്റും ഈ കുപ്പിമൂക്കൻ ഡോൾഫിനുകളെ കാണാം. 0 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് തണുപ്പ് അല്ലെങ്കിൽ ചൂട് ഉള്ള സമുദ്രപ്രദേശങ്ങളിൽ ഇവയെ കാണാൻ സാധിക്കും. 1.5 മീറ്റർ നീളമുള്ള പൊപ്പോട്ട് മുതൽ 9.5 മീറ്റർ നീളമുള്ള ഓർക്കുകൾ എന്ന് അറിയപ്പെടുന്ന ഡോൾഫിനുകൾ ഉണ്ട്. ഡോൾഫിനുകൾ വേട്ടപ്പട്ടിയെപ്പോലെ ചെറു തിമിംഗലങ്ങളെ ആക്രമിച്ച് അവയുടെ നാവും സ്രാവുകളെ ആക്രമിച്ച് അവയുടെ കരളുമാണ് ഭക്ഷിക്കാറ്. അവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ടായിരിക്കും അങ്ങനെ ഭക്ഷിക്കുന്നത്. ഡോൾഫിനുകളുടെ കണ്ണിനടുത്ത് ഒരടയാളം കാണാൻ സാധിക്കും. അത് കണ്ണായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ ചെറിയ കണ്ണുകൾക്ക് ലെൻസ് ഇല്ലാത്തതുകൊണ്ട് കാഴ്ചശക്തി ഇല്ലെന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് അവ കടലിനടിയിലെ മറ്റുള്ളതുമായി തിരിച്ചറിയുന്നത്. 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള 130 പല്ല് ഉണ്ടെങ്കിലും അവ ഇരകളെ ചവയ്ക്കാറില്ല, വിഴുങ്ങാറാണ് ചെയ്യുന്നത്. ആ അരിപ്പ പോലെയുള്ള പല്ലുകൾക്കിടയിൽ കൂടി വെള്ളവും മറ്റും പുറത്തു കളഞ്ഞ് ഇരയെ വിഴുങ്ങാറാണ് പതിവ്. തലയുടെ മുകളിൽ നെറുകയിലാണ് ശ്വസനദ്വാരമുള്ളത്. അന്തരീക്ഷത്തിൽ നിന്ന് ജീവവായു എടുത്ത് തന്നെയാണ് അവ ശ്വസിക്കുന്നത്. തിമിംഗലങ്ങളെ പോലെ തന്നെ മൂക്കടച്ച് 5-8 മിനിറ്റ് വരെ വെള്ളത്തിൽ കഴിയാൻ ഇവർക്ക് സാധിക്കും. ചില ഡോൾഫിനുകൾ 20 മിനിറ്റ് വരെ വെള്ളത്തിൽ മൂക്കടച്ച് പിടിച്ച് കിടക്കാൻ സാധിക്കുന്നവരുമുണ്ട്. ഇവയ്ക്ക് വളരെ ആഴത്തിൽ മുങ്ങാനുള്ള കഴിവുണ്ട്. ആൺ ഡോൾഫിനുകളുടെ മേൽ ചിറക് 5.5 അടിയോളം നീളം കാണും. ഡോൾഫിനുകൾ ഗന്ധഗ്രാഹികൾ രുചിമുകളങ്ങളും ഒന്നുമില്ല. ചിലതരം ഭക്ഷണങ്ങൾ കണവകൾ, നീരാളികൾ, കോലാളി തിമിംഗലങ്ങൾ, സ്രാവുകൾ തുടങ്ങിയ ജലജീവികളെ ഇവ ഭക്ഷിക്കാറുണ്ട്. പലപ്പോഴും കൂട്ടമായിട്ടാണ് ഡോൾഫിനുകൾ സഞ്ചരിക്കുന്നത്. പാതി ഉറക്കക്കാരാണ് ഡോൾഫിനുകൾ. 4 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് ഇവരുടെ ഉറക്കം. ഉറക്ക സമയത്ത് ഒരു ഭാഗത്തെ കണ്ണടച്ച് മാത്രമാണ് ഉറക്കം. ഡോൾഫിനുകളുടെ പ്രസവത്തിലും കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതിലും മറ്റ് സസ്തനങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. ഡോൾഫിൻ്റെ കുഞ്ഞ് ജനിച്ചു വരുന്നത് വാലഭാഗമാണ് ആദ്യം കാണുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നത് കുട്ടികളുടെ വായിലേക്ക് ചീറ്റുകയാണ് ചെയ്യുന്നത്. 12 മാസമാണ് പൊതുവെ അവയുടെ ഗർഭകാലം. വളരെ ശ്രദ്ധയോടെ അമ്മ മാസങ്ങളോളം കുഞ്ഞുങ്ങളെ വളർത്തും. ഡോൾഫിനുകളിൽ പെണ്ണിനാണ് വലിപ്പം കൂടുതലുള്ളത്. ഗംഗാ ഡോൾഫിനുകളാണ് ഇന്ത്യയിലെ നദികളിൽ കാണപ്പെടുന്നത്. ശുദ്ധജലജീവികളായ ഡോൾഫിനുകൾ ചരിച്ച് നീന്താറാണ് കഴിവുണ്ട്. 40 മുതൽ 60 വയസ്സ് വരെയാണ് ഡോൾഫിനുകളുടെ ശരാശരി ആയുസ്. ദേശീയ ജലജീവിയായിട്ടാണ് ഈ ഗംഗാ ഡോൾഫിനുകളെ കണക്കാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.